ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. KTU വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണ്. ഒരുപാട് പേര്, അതായത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസും അല്ലാതെയൊക്കെ സഹായത്തോടു കൂടി അവസാന സമയത്ത് S1 പരീക്ഷ എഴുതിയ പല വിദ്യാർത്ഥികളും ഇപ്പോൾ ചോദിക്കുന്നത് എന്നാണ് റിസൾട്ട് വരുന്നത്, KTUവിന്റെ റിസൾട്ട് ഒഫീഷ്യലായിട്ട് എന്ന് വരും. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി ഉള്ളത് S1 വിദ്യാർത്ഥികൾ, ഇപ്പോൾ S2 പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ്. കാരണം നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് ആയിട്ട് എഴുതിയ സെമസ്റ്റർ എക്സാമിന്റെ റിസൾട്ട് ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ള പദങ്ങളൊക്കെ നിങ്ങൾ +2 ശേഷം CGPA അറിഞ്ഞു, SGPA എന്താണെന്ന് അറിഞ്ഞു, ഒരുപാട് പുതിയ വാക്കുകൾ അറിഞ്ഞു, എഞ്ചിനീയറിംഗ് പഠിച്ചു തുടങ്ങി, ബ്രാഞ്ചുകൾ ചെയ്തു തുടങ്ങി, ഇനി കോളേജ് ട്രാൻസ്ഫറിന്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. S2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ നമുക്ക് എന്തായാലും റിസൾട്ടിന്റെ അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോവാം. KTUവിന്റെ സാധാരണ നോട്ടിഫിക്കേഷൻസ് നമുക്കറിയാം. നിങ്ങളുടെ എക്സാം നടന്നത് സാധാരണ ഡിസംബർ 15 മുതലാണ് തുടങ്ങിയത്. ഡിസംബർ 15 മുതൽ തുടങ്ങി ജനുവരി 3 വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഷെഡ്യൂൾ ആയിരുന്നു 2024 സ്കീമിന്റെ S1 റെഗുലർ എക്സാം. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ വർഷം 2024 മുതൽ ഈ ഒരു സ്കീം മാറിയതിനു ശേഷം സാധാരണ S1ന് ഇത്തരം ഒരു ഷെഡ്യൂളിൽ, അതായത് ഡിസംബർ മാസം ഒക്കെ നടക്കുന്ന ആദ്യ പരീക്ഷയ്ക്ക് ശേഷം റിസൾട്ട് വരുന്നത് നിങ്ങൾ S2വിൽ സെക്കൻഡ് സീരീസ് എഴുതുന്ന സമയത്താണ്. അപ്പോൾ S2വിന്റെ ഇപ്പോഴത്തെ കലണ്ടർ നോക്കിയാൽ തന്നെ മനസ്സിലാകും നിങ്ങളുടെ സെക്കൻഡ് സീരീസ് എന്ന് പറയുന്നത് ഒരു മാർച്ച് മിഡോട് കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അനൗദ്യോഗികമായിട്ടുള്ള അൺഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റുകൾ അനുസരിച്ച് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന അപ്രോക്സിമേറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏകദേശം മാർച്ച് 18 മുമ്പൊക്കെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫസ്റ്റ് S1 റിസൾട്ട്സ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം നിങ്ങളുടെ അടുത്ത പരീക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നത് മെയ് മാസത്തിലാണ്. S2വിന്റെ ഫൈനൽ എക്സാം, അതായത് എൻഡ് സെമസ്റ്റർ എക്സാം. S1ന് എഴുതിയ പോലെ തന്നെ S2വിന്റെ എൻഡ് സെമസ്റ്റർ എക്സാം. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ്? സാധാരണ CGPA എത്രയൊക്കെ കിട്ടണം, അല്ലെങ്കിൽ S1ൽ തന്നെ CGPA കുറഞ്ഞാൽ പണി കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാധാരണ നിങ്ങളോട് പറയാൻ കാരണം പഠിക്കുന്നതിൽ കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള 2 സെമസ്റ്റേഴ്സ് ആണ് S1ഉം S2ഉം. കാരണം നിങ്ങൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ S3 ആയാലും S4 ആയാലും കുറച്ചുകൂടി ടഫാണ്. നിങ്ങളുടേതായിട്ടുള്ള കോർ സബ്ജക്ട്സ് വരുന്നുണ്ട്, അതിന് കൺസെപ്റ്റ് ക്ലാരിറ്റി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ S1ഉം S2ഉം അങ്ങനെയല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെറിയൊരു എഫർട്ട് ഇട്ടാൽ തന്നെ പഠിക്കാൻ പറ്റുന്ന സബ്ജക്ട്സ് ആണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ ഒരു മോർ ദാൻ 6.5 ഈസ് ബെറ്റർ ആക്ച്വലി. ബട്ട് സപ്ലി ഒന്നും ഇല്ലാതെ പാസ്സാകുക എന്നുള്ളത് ആണ് നമ്മുടെ ബേസിക് ക്രൈറ്റീരിയ. സോ എന്തായാലും നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് കമന്റ് ചെയ്യുക. ഈ പറയുന്ന ഡേറ്റ് എന്തായാലും ഓർമ്മിച്ച് വെക്കുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസും ഇതിന്റെ അപ്ഡേറ്റ്സും വരുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യമായിട്ട് എത്തിക്കും. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും.